ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് കല്യാണ വിശേഷങ്ങളൊക്കെ ഇനി ഉണ്ടാവുന്നല്ലേ. അപ്പോൾ നമ്മുടെ പർച്ചേസിങ് വീഡിയോ ആണ് ഇട്ടത്. അതിലത്തെ കുറച്ച് ക്ലിപ്പിങ്സാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. പല പല ദിവസങ്ങളിലൊക്കെ എടുത്ത വീഡിയോസൊക്കെ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ആദ്യം പോയത് സൂര്യ സിൽക്സിലാണ്. അവിടെ നിന്നായിരുന്നു നമ്മുടെ ഷോപ്പിങ്ങിൻ്റെ മെയിൻ സ്ഥലം. എവിടെയൊക്കെ വേറെ പോയിട്ടുണ്ടെങ്കിലും തിരിച്ച് നമ്മൾ ഇവിടേക്ക് തന്നെ എത്തിയിട്ടോ. അപ്പോൾ നമുക്ക് സമ്മതമുണ്ട്, കല്യാണമുണ്ട്, അപ്പോൾ അതിനുള്ള സാരികളൊക്കെ എടുക്കാനാണ് നമ്മൾ ആദ്യം പോയത്. അവിടുത്തെ ചേച്ചിമാരൊക്കെ കുറേ സാരികൾ ഇങ്ങനെ എടുത്തിട്ടു. കുറേ നാളുകൾക്ക് ശേഷമാണ് നമ്മളൊരു കല്യാണം കൂടുന്നത്. അപ്പോൾ ഒരു നല്ല സാരിയൊക്കെ നോക്കി എടുക്കണ്ടേ. അപ്പോൾ അതിൻ്റെ തത്രപ്പാടിലാട്ടോ ഞാനും കുട്ടുമൊക്കെ. അപ്പോൾ ഈ വീഡിയോയൊക്കെ എടുത്തു തരുന്നത് കുട്ടാപ്പുമാണ് കേട്ടോ. ഓരോ സാരികളായിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. കുട്ടാപ്പാണെങ്കിൽ ഭയങ്കരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓടിക്കളിക്കാനൊക്കെ വിശാലമായ സ്ഥലമുണ്ടല്ലോ. അതേപോലെ അവിടുത്തെ സെയിൽസ്മാൻമാർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അവൻ നോക്കി നിന്നിട്ട് അവനും അതുപോലെ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് എപ്പോഴുള്ളതാണ് സാരി സെക്ഷനിൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ അതിന് പകരം നമ്മളൊരു ചുരിദാർ എടുക്കാനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വലിയ കൺഫ്യൂഷൻ ഇല്ല കേട്ടോ. പിന്നെ അല്ലേ കുറേ ആയി സാരി പർച്ചേസിങ് ഒക്കെ ചെയ്തിട്ട് ഇപ്പോൾ സാരിയൊക്കെ എടുക്കൽ ഭയങ്കര കുറവാണ് കേട്ടോ. അങ്ങനെ ഞാൻ ട്രയൽ നോക്കി, കുട്ടും ട്രയൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടത്. അപ്പോൾ നമ്മൾ 2-3 സാരികൾ എടുത്ത് നോക്കിയിട്ട് അപ്പോൾ ഏത് സാരി എടുത്തതെന്നുള്ളത് നമ്മൾക്ക് ഇനി കല്യാണത്തിന് സമയത്തൊക്കെ നമുക്ക് കാണാം എല്ലാം സെറ്റായിട്ട്. അങ്ങനെ നമ്മളിതാ അവിടുത്തെ നമുക്കൊരു ചേച്ചീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഷോപ്പിങ്ങിൻ്റെ ഫസ്റ്റ് ടൈം മുതൽ ലാസ്റ്റ് ടൈം വരെ ആ ചേച്ചി ഉണ്ടായിരുന്നു. നമ്മുടെ സാരി പർച്ചേസിങ് ഒന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ പിന്നെ പപ്പയ്ക്കുള്ള ഷർട്ടുകളൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ നമ്മൾ എടുത്ത സാരികൾക്ക് അണ്ടർസ്കേർട്ട്, ലൈനിങ് അതൊക്കെ മേടിക്കാനായിട്ട് നിന്നു കേട്ടോ. കുട്ടാപ്പോൾ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ലേ, ഓടിക്കളി തന്നെയായിരുന്നു. അണ്ടർസ്കേർട്ട് നമ്മൾ ഫിഷ് കട്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് കട്ട് അണ്ടർസ്കേർട്ടൊക്കെ ഇടുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പിന്നെ നമ്മൾ സമ്മതത്തിൻ്റെ സാരിയൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം കല്യാണത്തിൻ്റെ സാരിയിലേക്ക് ഇത് കടന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് ഫാൻസി സാരി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫാൻസി സാരിയാണല്ലോ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നത്. അങ്ങനെ ഓരോ സാരികൾ നമ്മൾ എടുത്ത് നോക്കി, അതുപോലെ ഉടുത്ത് നോക്കി, എന്നിട്ടൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് എടുത്തത്. എനിക്ക് തോന്നുന്നു നേരത്തെ പോലെ തന്നെ 2-3 സാരി നമ്മൾ കല്യാണത്തിൻ്റെ ഈ ഫാൻസി ടൈപ്പിൽ തന്നെ നമ്മൾ ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ചിലതൊക്കെ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. പിന്നെ നെറ്റിൽ വരുന്നുണ്ടായിരുന്നു. നെറ്റിൽ വരുന്നതും നമ്മൾ അങ്ങനെ അധികം എടുത്തില്ല കേട്ടോ. അത് കഴിഞ്ഞതേ ഓരോരുത്തരായിട്ട് എടുത്തുകൊണ്ട് നോക്കുകയാണ്. നമുക്ക് പിന്നെ എല്ലാം ഒത്തുചേർന്ന് കിട്ടണ്ടേ സാരിക്ക്, നമ്മുടെ കളറ് അതേപോലെ മെറ്റീരിയൽ ഉടുത്താൽ പിടിച്ചു കൊടുത്ത് എടുക്കണ്ടേ സാരി. അപ്പോൾ പിന്നെ അത് മാത്രമല്ല റേറ്റും. അപ്പോൾ എല്ലാം കൂടി ഒന്ന് ഇത്തിരി സമയം എടുത്തിട്ടാട്ടോ നമ്മൾ സാരി പർച്ചേസിങ് ചെയ്തത്. സാരി പർച്ചേസിങ്ങിന് തന്നെ നമുക്ക് ശരിക്കും ഒരു ദിവസം പോയിട്ട്, അത് കാരണം സാവിചേട്ടനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ഇനിയും പർച്ചേസിങ് വീഡിയോസ് ഉണ്ട് കേട്ടോ.